ഹേ ഗായ്സ്, ഇറ്റ്സ് മീ കരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ലോങ് വീഡിയോ ആണ്. ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ വേറെ അങ്ങോട്ടുമല്ല, റോസ് മലയിലോട്ട് പോകുന്ന വഴി ഞങ്ങളൊരു ചെറിയ വ്യൂ പോയിൻ്റ് കണ്ടു. അങ്ങനെ അവിടെ ഒന്ന് കയറിയതാണ്. അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു. ആ ഒരു വെള്ളമൊക്കെ വീഴുന്നതിൻ്റെ ശബ്ദമൊക്കെ സംഭവം കിട്ടില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഇങ്ങനെയൊക്കെ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. എൻ്റെ കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ട്രിപ്പൊക്കെ പോകണം, വീഡിയോ ഒക്കെ എടുക്കണം, യൂട്യൂബിലിടണം. പക്ഷേ ഇത്രയും വർഷമായിട്ട് ട്രിപ്പും പോയിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഓഫ് റോഡ് കയറുന്നതിന് മുന്നേ നമ്മൾ കുറേ ഇച്ചിരി അത്യാവശ്യം ലോങ് ഡ്രൈവൊക്കെ ചെയ്തിട്ട് തന്നെയാണ് വന്നത്. ഈ ഓഫ് റോഡ് കയറിയപ്പോൾ തന്നെ ഞങ്ങളൊന്ന് വണ്ടി സ്വാപ്പ് ചെയ്തായിരുന്നു. കാരണം എൻ്റെ വണ്ടിക്ക് ഇച്ചിരി പഴക്കമുണ്ട്. ആൾ കയറുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആൾ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്കൊന്ന് പേടിപ്പിച്ചെങ്കിലും ഞങ്ങളെ കൊണ്ട് എത്തിച്ചു. എന്തായാലും വണ്ടി ഓഫൊന്നും ആയില്ല. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊരു സ്പോട്ട് കണ്ടു. സംഭവം ഒരു കിട്ടില്ലൻ സ്പോട്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് പീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അവിടെ. പക്ഷേ ആനയൊക്കെ വന്നു പോയി എൻ്റെ ഒരു ചെറിയ കാൽപ്പാടുകളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം പേടി ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല പക്ഷികളുടെ ശബ്ദവും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് വേറെ ആണല്ലോ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഫീമെയിൽ പോലും ഡ്രൈവ് ചെയ്ത് കണ്ടില്ല. ഞാൻ മാത്രമായിരുന്നു ഒരു 2 വീലർ ഓട്ടിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്കപ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. കാരണം ഞാൻ ഇതൊരു ചലഞ്ചായിട്ട് തന്നെയാണ് എടുത്തത്. ഇങ്ങനത്തെ ഓഫ് റോഡൊക്കെ കയറാൻ ചിലതൊക്കെ നല്ല പൊക്കമുള്ള കയറ്റങ്ങളായിരുന്നു. കല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. വണ്ടി കയ്യിൽ നിന്നൊക്കെ വിട്ടുപോകുന്ന പേടി ഉണ്ടായിരുന്നു. കാരണം ചില പോർഷൻസിലൊക്കെ കൊക്ക പോലെയാണ്, അത്രയ്ക്കും എന്താ പറയുക സ്ലാൻഡൊക്കെ ആയിരുന്നു. എന്തായാലും ഞങ്ങൾ സക്സസ്ഫുള്ളി അവിടെ റീച്ചായി. അങ്ങനെ പിന്നെ കുറച്ച് കയറാനേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പാറകളൊക്കെ അവിടെ ഒരു ചെറിയ ഫീസൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് 83 അങ്ങനെ എന്തോ ഒരു റേറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് കയറി അവിടെ സംഭവം എത്തി. പോകുന്ന വഴിക്ക് അത്ര ബുദ്ധിമുട്ടിയില്ല ഈ ഒരു പോർഷനിൽ. പക്ഷേ ഓഫ് റോഡ് ആക്ച്വലി ഒരു ഹാഫ് ആൻ അവറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1 അവറോളം എടുത്തു ഞങ്ങൾ എത്താൻ വേണ്ടി. കാരണം ഇടയ്ക്കൊക്കെ ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. വണ്ടി ഇടയ്ക്ക് കയറാനൊക്കെ കുറച്ച് പാടുപെട്ടായിരുന്നു. അപ്പോൾ ഇതാണ് റോസ് മലയിലെ വ്യൂ കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കയറുവാണ്. സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ ഇവിടെ വരുന്ന ആ ഒരു കഷ്ടപ്പാട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും ലൈക്ക് ഇറ്റ് വാസ് വർത്ത് ഇറ്റ് എന്ന്. കാരണം അപാര വ്യൂ ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പ് ഐലൻഡ് ഉണ്ട്, നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. സംഭവം ഈ ഒരു ഐലൻഡ് ഭയങ്കര വലുതാണ് കേട്ടോ. നമുക്ക് ഇതാണ് ഹാർട്ട് ഷേപ്പ് ഐലൻഡ് ഞാൻ പറഞ്ഞ. നമുക്ക് കാണുമ്പം ചെറുതായിട്ടൊക്കെ തോന്നും. സത്യം പറഞ്ഞാൽ അവിടെ ഒരു ആനയൊക്കെ നിൽക്കുവാണെങ്കിൽ ഒരു ചെറിയ പാറയുടെ അത്രയൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ അവിടെ നിന്നുള്ള വ്യൂ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് അടിച്ചൊരു ട്രിപ്പായിരുന്നു. ട്രാവലേഴ്സിനൊക്കെ ഇത് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമായിരിക്കും. പക്ഷേ ഫസ്റ്റൊക്കെ പോകുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് 2 വീലറിലൊക്കെ പോകുന്നവർക്ക് അതൊരു അഡ്വഞ്ചർ തന്നെയാണ്. അത് എക്സ്പ്ലോർ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾ ലൈഫിലൊരു ചലഞ്ചായിട്ട് എടുക്കുക. പിന്നെ തിരിച്ച് ഞങ്ങൾ പോകാൻ നേരത്ത് ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു. ചില സ്ഥലത്തേ ഉണ്ടാകുന്നുള്ളൂ ചെറുതായിട്ട് പൊക്കങ്ങൾ. പക്ഷെ ഞങ്ങളത് സ്മൂത്തായിട്ട് കയറി. സത്യം പറഞ്ഞാൽ ആ ഒരു ട്രിപ്പ് പൊളിയായിരുന്നു കേട്ടോ. എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഒരു ഫസ്റ്റ് അനുഭവമാണല്ലോ. എനിക്ക് ടോട്ടലി ഒരു 6 അവേഴ്സൊക്കെ ഡ്രൈവ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഓൾമോസ്റ്റ് ഒരു 195 കിലോമീറ്റേഴ്സ് അങ്ങോട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇത്രയും സക്സസ് ആയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റി. അങ്ങനെ ഈ ട്രിപ്പ് എന്ന് പറയുമ്പം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ചെറുതായിട്ടൊന്നും ഇടയ്ക്കൊന്നും മടിച്ചെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോകുന്ന വഴികൾ, അതാണ് ആക്ച്വലി എനിക്ക് തോന്നിയത്. പേഴ്സണലി ഡെസ്റ്റിനേഷനെ കാട്ടി എനിക്ക് തന്നത് ആ വഴികളാണ്. കുറേ ഓർമ്മകൾ തന്നത്. ഞങ്ങൾക്ക് 2-3 സ്ഥലത്തും കൂടി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെക്കൊണ്ട് പറ്റിയില്ല. നമ്മൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ടയേർഡായിരുന്നു. നമ്മുടെ കാൽക്കുലേഷനിൽ ടൈം നിന്നില്ല. ആക്ച്വലി ഇതൊരു 1 ഡേ ട്രിപ്പായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 7-7:30 ഇറങ്ങി. ഞങ്ങൾ തിരിച്ച് ഒരു 3 മണി സമയത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. സംഭവം ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ പോകുന്ന വഴികൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ടാറ്റ, ബൈ ബൈ.